കെ ടി കുഞ്ഞിക്കണ്ണൻ CPM പ്രതികരണം എന്താണെന്നറിയാം. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ഇപ്പോൾ അൻവറിന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗം നാളെ മഞ്ചേരിയിൽ നടക്കാനിരിക്കുകയാണ്. ഇപ്പോൾ DMK നേതാക്കളൊത്തുള്ള പടങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. DMKയിലേക്ക് എന്നുള്ള കൃത്യമായ സൂചനകൾ അൻവറിന്റെ അനുയായികൾ നൽകുകയാണ്. CPM ഇതിനെ എങ്ങനെ കാണുന്നു? അൻവർ DIC ആയി ബന്ധപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷ മുന്നണിയായിട്ട് അടുത്ത ഒരാളാണ്. ഇടതുപക്ഷത്തിന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുകയും ജയിക്കുകയും ചെയ്ത ആളാണ്. ആ രീതിയിൽ കേരള നിയമസഭയിലും പുറത്തും ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിന്ന ഒരാളാണ്. ഇപ്പൊ അതേ ഇടതുപക്ഷ ഗവൺമെന്റുമായി ഉള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ അദ്ദേഹത്തിൻ്റെതായ തലത്തിൽ അദ്ദേഹം ഉന്നയിച്ച ചില ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മുന്നണി വിടുകയോ വേറെ ഏതെങ്കിലും മുന്നണിയിലേക്ക് പോവുകയോ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ കാര്യമാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാം, അൻവർ ഈ ദിവസങ്ങളില് സുരേഷ് ഗോപിയുടെ തൃശൂർ ജയത്തെ വലിയ രീതിയിൽ ആഘോഷപൂർവ്വം പിന്തുണക്കി, അത് അവരുടെ ശക്തിയാണ് എന്നൊക്കെ പറഞ്ഞ് അതിനെ വലിയ രീതിയിൽ അഭിനന്ദിക്കുകയും അതേപോലെ തന്നെ നരേന്ദ്രമോദി വളരെ കരുത്തനായ പ്രധാനമന്ത്രിയാണെന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയൊക്കെ ചെയ്ത ഒരാളാണ്. അപ്പോ അയാൾ എത്തപ്പെട്ട രാഷ്ട്രീയമായ ഒരു അനിശ്ചിതത്വത്തിന്റെ ചാഞ്ചാട്ടങ്ങൾ അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്നൊക്കെയുള്ള ഒരുപാട് ആശങ്കകള് അല്ലെങ്കിൽ അവ്യക്തതകള് അൻവറിന്റെ നിലപാടിലുണ്ട്. കാരണം അൻവറിന് ഇന്ന് മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളുടെ ഭാഗമായി നിന്ന് അതിനെ ശക്തിപ്പെടുത്തുക, ആ ചേരിയെ ശക്തിപ്പെടുത്തുക എന്ന നിലപാടുണ്ടോ, അല്ലെങ്കിൽ വ്യക്തിപരമായ അയാളുടെ റെക്കമെൻഡേഷൻ മാത്രമാണോ പ്രശ്നം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ്, അദ്ദേഹം ജമാഅത്ത് ഇസ്ലാമിയെ പോലുള്ള ആളുകളുടെ വലിയ രീതിയിലുള്ള ആശീർവാദത്തോടു കൂടിയാണ് CPM-നെതിരായിട്ട് ഇതുവരെ ഇന്ന് വരെ നിങ്ങൾ ഉന്നയിച്ച വാദമാണ്. ഇനി അങ്ങോട്ട് ആ വാദം ഉന്നയിക്കാൻ പറ്റുമോ എന്നുള്ള പ്രധാനപ്പെട്ട വിഷയം അവിടെ നിൽക്കുന്നില്ലേ? DMK-യിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന മത തീവ്രവാദികളുടെ പിന്തുണയോടുകൂടി അൻവർ മുന്നോട്ട് പോകുന്നതെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഈ ദിവസം വരെ നിങ്ങളെ പിന്തുണച്ചിരുന്ന കാന്തപുരം വിഭാഗം പോലും റിസാലയിൽ CPM വിരുദ്ധ ലേഖനം എഴുതിയിരിക്കുകയാണ്. പരസ്യ പ്രതികരണങ്ങൾ വരികയാണ്. അപ്പോൾ മുസ്ലിം ന്യൂനപക്ഷത്തിന് വിശ്വസിക്കാവുന്ന ഒരു പാർട്ടിയല്ല CPM എന്നുള്ളൊരു പൊതുബോധത്തിലേക്ക് അവർ എത്തുകയാണ്. അല്ല, ഈ റിസാല ഇതൊക്കെ മാത്രമാണോ സ്മൃതി നോക്കിയത്? റിസാല നിരന്തരമായിട്ട് CPM-നെ വിമർശിക്കുന്ന ലേഖനങ്ങൾ എഴുതുന്നതാണ്. അപ്പോൾ എല്ലാ മുസ്ലിം ഓർഗനൈസേഷനിലും അത്തരത്തിലുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് നിലപാടുള്ള ആളുകൾ അവരുടേതായ രീതിയിൽ ലേഖനങ്ങൾ എഴുതുന്നുണ്ട്. റിസാല അത്തരം ലേഖനങ്ങളെല്ലാം CPM-നെ അനുകൂലിച്ച് എതിർത്തുള്ള ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ഒരു പ്രസിദ്ധീകരണമാണ്. അപ്പൊ റിസാലയിൽ വന്ന ഒരു ലേഖനം വെച്ചുകൊണ്ട് സമസ്തയുടെ നിലപാട് ഇന്നതാണെന്ന് അങ്ങനെയൊക്കെയുള്ള വളരെ 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 ലളിതമായ രീതിയിലേക്ക് ചില തീരുമാനങ്ങളിലേക്ക് എത്തണ്ട. ഇവിടെ വിഷയം ഇതാണ്, മുസ്ലിം സമുദായത്തിൽ നിന്ന് CPM-നെ ഒറ്റപ്പെടുത്താൻ ഒരു അൻവറിനോ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിക്കാർക്കൊന്നും കഴിയില്ല. അത് പക്ഷേ DMK-യുടെ ഒപ്പം ചേർന്നുകൊണ്ടുള്ള ഒരു DMK-യിലാണ് ഞാൻ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു പൊതു യോഗത്തിനാണ് നാളെ അദ്ദേഹം ഒരുങ്ങുന്നത് എങ്കിൽ CPM-ന് ഈ വാദം ഇനിയും ഉന്നയിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അത് അപ്പൊ വരട്ടെന്ന്, ആ സമയത്തല്ലേ അത് നമ്മൾ ആലോചിക്കേണ്ടത്. അല്ലാതെ ഇപ്പൊ എന്താണ് നമ്മൾ വരാൻ പോകുന്നത് ഇങ്ങനെ പടം ആരുമായിട്ട് എടുക്കാം, പടം ആരുമായിട്ട് എടുത്തൂടെ? പടം ഇപ്പം ഞാനും പിന്നെ സ്മൃതി ഒരു പടം എടുത്താൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരിപാടിക്ക് പോകുമ്പോൾ അവിടുന്ന് ഒരു പടം എടുത്താൽ ആ പടമാണോ രാഷ്ട്രീയ നിലപാട്? ആ പാർട്ടിയിൽ ചേരട്ടെ. പാർട്ടി ഓഫീസിൽ പോയി ഷോള് അണിയിച്ചുകൊണ്ട് സ്വീകരിക്കുന്ന പടമാണ്. കേട്ടി, ഇപ്പോൾ ഒന്ന് റിപ്പോർട്ടർ നോക്കൂ, കാണാം. അങ്ങനെ അയാൾ DMK-യുടെ വക്താവാണ് കേരളത്തിലെ, DMK നേതൃത്വം പറയട്ടെ, അപ്പയല്ലേ ആ നിലപാട് പറയേണ്ടത്. ഇപ്പൊ കേരളത്തിലെ DMK-യുടെ വക്താവല്ലല്ലോ അദ്ദേഹം. കേരളത്തിന്റെ സാഹചര്യത്തിൽ DMK പോലുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒരു പ്രവർത്തന സാധ്യതയും നമുക്കറിയാം. അപ്പൊ നമ്മളിപ്പോ ഒരു മുഹൂർത്ത സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ കാര്യങ്ങളിലും ചർച്ച ചെയ്യേണ്ടത്. അല്ലാതെ ഏതെങ്കിലും രീതിയിലുള്ള ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ. ശരി, വളരെ നന്ദി കെ ടി കുഞ്ഞിക്കണ്ണൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.